അച്ചൻകോവിലാറിൽ പള്ളിയോട ബർജ് 2 പേർ മരിച്ചു. 2 പേരെ കാണാതായി. ചെന്നിത്തല സ്വദേശിയായ +2 വിദ്യാർത്ഥി ആദിത്യൻ, ചെറുകോൽ സ്വദേശി വിനീഷ് എന്നിവരാണ് മരിച്ചത്. 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കാനായി പെരുമ്പുഴ കടവിൽ ഒരുക്കിയിരുന്ന ചെന്നിത്തല പള്ളിയോടമാണ് മറഞ്ഞത്. രാവിലെ 8:30ഓടെയാണ് സംഭവം. ആറന്മുള സംഘം പുറപ്പെടുന്നതിന് മുമ്പ് ആറ്റിൽ വലം വയ്ക്കാനായി പോകുമ്പോൾ പള്ളിയോടം മറയുകയായിരുന്നു. വള്ളം തിരിക്കുന്നതിനിടയിൽ ഒരു വശത്തിരുന്ന ആളുകൾ ഭയന്നെഴുന്നേറ്റതായും ഒഴുക്കിൽ വള്ളം മറയുകയായിരുന്നുവെന്നും വള്ളത്തിലുണ്ടായിരുന്നവർ പറയുന്നു. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ വളവിൻ്റെ അവിടെ ആയപ്പോഴത്തേക്ക് തിരിച്ച് ഇവിടെ തന്നെ വരും. ഈ കടവിൽ വന്നിട്ട് ആൾക്കാരെയൊക്കെ ഇറക്കിയിട്ട് ആറന്മുളയ്ക്ക് പോകാനുള്ള ആൾക്കാരെ കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇതിനകത്തിൽ കുറച്ച് 2-3 കൊച്ചു പിള്ളേരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിഞ്ഞ സമയത്ത് ആരോ പലർക്കും എണീച്ചു കാണും. എണീച്ചപ്പോഴത്തേക്ക് സൈഡ് ചരിഞ്ഞു. കടവിൽ നിന്ന് അധികം ദൂരെയല്ലാതെയാണ് +2 വിദ്യാർത്ഥി ആദിത്യന്റെയും വിനീഷിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ചെന്നിത്തല സ്വദേശി രാകേഷിനും തിരിച്ചറിയാത്ത മറ്റൊരാൾക്കുമായി സ്കൂബ ഡൈവിംഗ് ടീം തെരച്ചിൽ തുടരുകയാണ്. കാരണം നോർമലി ഒരു ഇപ്പോൾ പള്ളിയോടത്തിൽ 50-50ഓളം പേര് കയറും, അതിനേക്കാളും കുറച്ച് പേര് കയറി കാണും. പക്ഷേ അതാണോ റീസൺ, അതോ എന്തെങ്കിലും ബാലൻസ് തെറ്റി പോയതാണോ? പിന്നെ കയറിയ എല്ലാവർക്കും ഇതൊക്കെ ഇവിടുത്തെ ലോക്കലായിട്ട് കിട്ടിയ ഇൻഫർമേഷനാണ്. എല്ലാവർക്കും ചിലപ്പം നീന്തൽ അറിയണമെന്നില്ല. അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടായിരിക്കും സംഭവിച്ചത്. മന്ത്രിമാരായ പി പ്രസാദ്, വീണ ജോർജ്, MLA-മാരായ സജി ചെറിയാൻ, രമേശ് ചെന്നിത്തല, അരുൺകുമാർ എന്നിവരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. 128 വർഷമായി ആറന്മുള ജലോത്സവത്തിൽ പങ്കെടുക്കുന്ന വള്ളമാണ് ചെന്നിത്തല പള്ളിയോടം. ന്യൂസ് 18 ആലപ്പുഴ. കൊല്ലം ശാസ്താംകോട്ടയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് നേരെ തെരുവുനായയുടെ ആക്രമണം. പത്തനംതിട്ട കോയിപ്പുറം സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ സജീഷ് കുമാറിനും കുടുംബത്തിനുമാണ് തെരുവുനായയുടെ കടിയേറ്റത്. ശാസ്താംകോട്ട ശുദ്ധജല തടാകം കാണാൻ എത്തിയതായിരുന്നു കുടുംബം. തടാകം കാണാൻ ഇറങ്ങുമ്പോൾ SAയുടെ ഭാര്യ രാഖിയുടെ കാലിൽ നായ കടിച്ചു. കാലിലെ മുറിവ് കഴിയുന്നതിനിടെ ഈ നായ വീണ്ടും എത്തി. 6 വയസ്സുകാരൻ ആര്യന്റെ കാലിനും കടിയേറ്റു. SIക്ക് മുറിവേറ്റു. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെത്തിയാണ് മൂവരെയും പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇവിടെ സന്ദർശകരായി എത്തുന്ന നിരവധി പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റിട്ടുണ്ടോ? വീണ്ടും തെരുവുനായ ആക്രമണത്തിന്റെ വാർത്ത തന്നെയാണ്. പട്ടാമ്പി വിളയൂരിൽ യുവാവിനെ തെരുവുനായ ആക്രമിച്ചു. വിളയൂർ സ്വദേശി സാബിദിനെയാണ് തെരുവുനായ കടിച്ചത്. കടയിൽ പോകുമ്പോഴായിരുന്നു ആക്രമണം. തെരുവുനായ്ക്കളുടെ കൂട്ടാക്രമണത്തിൽ നിന്നും കുട്ടികൾ രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കണ്ണൂർ തളിപ്പറമ്പ് പ്ലാന്തോട്ടത്ത് തിരുവോണ ദിവസം രാവിലെയായിരുന്നു സംഭവം. ഷബാസ്, സയാൻ എന്നിവരാണ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. തൃശൂർ കോടന്നൂരിൽ സ്കൂട്ടറിന് മുന്നിൽ നായ ചാടി അപകടം. സ്കൂട്ടർ യാത്രികനായ തൃശൂർ പുത്തൻറോഡ് സ്വദേശി ഫ്രാൻസിസിന് പരിക്കേറ്റു. സ്കൂട്ടറിൽ പോകുമ്പോൾ നായ കുറുകെ ചാടുകയായിരുന്നു. പരിക്കേറ്റ ഫ്രാൻസിസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവുനായ ശല്യം പരിഹരിക്കണമെന്ന ആവശ്യവുമായി കാൽനട യാത്ര നടത്തി സന്നദ്ധ പ്രവർത്തകൻ KC സലീം ഹാജി. ജനങ്ങളുടെ ഭയപ്പാട് മാറ്റണം, ഇനി ഒരു അഭിരാമിയും മരണത്തിനു കീഴടങ്ങരുത് എന്ന സന്ദേശവുമായാണ് കാൽനടയാത്ര. വളപട്ടണം മുതൽ കണ്ണൂർ ഗാന്ധി സർക്കിൾ വരെയായിരുന്നു യാത്ര. മൃഗസ്നേഹത്തിന്റെ പേരിൽ നായ്ക്കളെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് വിലക്കിയ കേന്ദ്ര സർക്കാരിന്റെയും കോടതിയുടെയും നിലപാടുകൾക്കെതിരെയാണ് സലീമിന്റെ പ്രതിഷേധം. ജനങ്ങളിലെ ഭയപ്പാട് മാറ്റുക, കേരളത്തിലെ തെരുവോരങ്ങളിൽ കാണുന്ന മനുഷ്യരെക്കാൾ കൂടുതൽ ഉള്ള ഈ തെരുവ് നായ്കൾക്കെതിരെ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ സർക്കാരിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരിലും എത്തിക്കുന്നതിനും അതൊരു ചർച്ചയാക്കുന്നതിനും വേണ്ടിയാണ് ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് AKG സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കേന്ദ്രീകരിച്ച് അന്വേഷണം. കഴക്കൂട്ട സ്വദേശികളായ ഇരുവരുടെയും മൊഴികൾ വൈരുദ്ധ്യമുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. പക്ഷേ കൃത്യമായ തെളിവുകൾ ലഭിക്കാത്തതിനാൽ അന്തിമ നിഗമനത്തിൽ എത്താനായിട്ടില്ല. ഇവരെ വീണ്ടും ചോദ്യം ചെയ്യും. ആക്രമണം നടന്ന് 2.5 മാസമാകുമ്പോഴാണ് പ്രതികളെന്ന് സംശയിക്കാവുന്ന ചിലരിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം നീങ്ങുന്നത്. കഴക്കൂട്ടത്തുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് മുഖ്യമായും സംശയനിഴലിലുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ നടന്ന പ്രതിഷേധത്തിന്റെ ആലോചനയിലും ഇയാൾക്ക് പങ്കുണ്ടായിരുന്നതായി കരുതുന്നു. പ്രാദേശിക നേതാവായ ഇയാൾ മീനംകുളത്തുള്ള മറ്റൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായാണ് നിഗമനം.
ഇവരെ പലതവണ ചോദ്യം ചെയ്തപ്പോൾ ചില മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടതാണ് സംശയം വർദ്ധിപ്പിക്കാനിടയാക്കിയത്. ഇവരിൽ ഒരാളുടെ ബന്ധുവിന് അക്രമിയെത്തിയ ഡിയോ മോഡൽ സ്കൂട്ടറുമുണ്ട്. പക്ഷേ മൊബൈൽ സിഗ്നൽ ഉൾപ്പെടെ മറ്റ് പ്രധാനപ്പെട്ട തെളിവുകളൊന്നും ഇവർക്കെതിരായി ലഭിച്ചിട്ടില്ല. അതിനാൽ ഇവരെ സംശയിക്കുന്നുവെന്ന അഭ്യൂഹം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ നിഷേധിക്കുകയാണ്. അതേസമയം അക്രമത്തിന് പിന്നിൽ യൂത്ത് കോൺഗ്രസ് എന്ന പ്രചരണം ഇടത് കേന്ദ്രങ്ങൾ ഏറ്റെടുത്തു. ഈ ആക്രമണത്തിന് പിന്നിൽ യൂത്ത് കോൺഗ്രസിന് നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞതായി മാധ്യമപ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കിയത് അതുമായി ബന്ധപ്പെട്ട ചില കോൾ ലിസ്റ്റുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായ ഒരു ആസൂത്രണം ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ട്. ഈ ആസൂത്രണത്തിന് പിന്നിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ KPCCയുടെ പ്രസിഡന്റ് കെ സുധാകരനും കൃത്യമായ പങ്കുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നാളെ കേരളത്തിൽ പ്രവേശിക്കുകയാണ്. ആ സമയത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യാനാകുമോ എന്ന ശ്രമത്തിലാണ് ആഭ്യന്തര വകുപ്പ്. ഇതിനായി വരും ദിവസങ്ങളിൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. അതേസമയം രാഹുൽ ഗാന്ധിയുടെ യാത്ര അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ആരോപിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയിൽ ആശങ്ക പ്രകടിപ്പിച്ച് ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രമുഖ കോൺഗ്രസ് എംപിമാർ AICC കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റി ചുമതലയുള്ള മധുസൂദൻ മിശ്രയ്ക്ക് 5 എംപിമാർ കത്തയച്ചു. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ടവകാശമുള്ളവർക്കും തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക നൽകണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. 280 അംഗ KPCC സമിതിക്ക് ഹൈക്കമാൻഡ് അംഗീകാരം. നേരത്തെ അയച്ച പട്ടിക ഹൈക്കമാൻഡ് തള്ളിയിരുന്നു. പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയുള്ള പുതിയ പട്ടികയ്ക്കാണ് അംഗീകാരം. പട്ടിക അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, ഒടുവിൽ KPCCയുടെ പട്ടികയ്ക്ക് ഹൈക്കമാൻഡ് അംഗീകാരം നൽകിയിരിക്കുന്നു. AICC അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി കൂടിയാണ് ഇത്ര വേഗത്തിൽ ഇപ്പോൾ അംഗീകാരം വന്നിരിക്കുന്നത്. കിരൺ, തീർച്ചയായും വളരെ ചർച്ചകൾക്കും ശേഷമാണ് സംസ്ഥാനത്ത് നിന്നും ഒരു പട്ടിക അയച്ചത്. നേരത്തെ അയച്ചിരുന്ന പട്ടിക പുതുമുഖങ്ങളില്ല എന്ന കാരണത്താൽ AICC അംഗീകരിച്ചിരുന്നില്ല. അതിനുശേഷം പുതുമുഖങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ പട്ടികയാണ് കൈമാറിയിരിക്കുന്നത്. ഈ പട്ടികയ്ക്കാണ് ഇപ്പോൾ AICCയുടെ അംഗീകാരം ലഭിക്കുന്നത്. 280 പട്ടിക. അതിലൊരു പ്രത്യേകതയുള്ളത്, ഒരു ബ്ലോക്കിൽ നിന്നും ഒരു KPCC അംഗം എന്ന തരത്തിലാണ് പുതിയ പട്ടിക വരുന്നത്. ഇതിൽ പുതുമുഖങ്ങളെ അടക്കം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പട്ടിക സംസ്ഥാനത്തെ പട്ടികയ്ക്ക് അംഗീകാരം നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും പുതിയ പട്ടികയിൽ ഉൾപ്പെടുന്നവർക്ക് വോട്ടവകാശം ലഭ്യമാവുകയും ചെയ്യും. എന്തായാലും ഇതിന്റെ പ്രഖ്യാപനം അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും. KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ ഇതിന്റെ പ്രഖ്യാപനം AICC അംഗീകരിച്ച പട്ടിക അദ്ദേഹം തന്നെ പുറത്തുവിടും. എന്തായാലും ഏറെ വിവാദങ്ങൾ, ഏറെ ചർച്ചകൾ നടന്നിരുന്നു. സംസ്ഥാനത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ഒപ്പം തന്നെ പുതിയ നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള വിവിധ തരത്തിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് പട്ടിക അംഗീകരിച്ച് AICCക്ക് കൈമാറിയത്. ആ പട്ടികയ്ക്കാണ് ഇപ്പോൾ അംഗീകാരമായത്. സജിത്ത്, നേരത്തെ ഈ പട്ടിക തള്ളുന്നതിന് കാരണമായി പറഞ്ഞിരുന്നത് പുതുമുഖങ്ങളുടെ അഭാവം, അതോടൊപ്പം തന്നെ യുവാക്കളുടെ പ്രാതിനിധ്യത്തിലെ കുറവ്, വനിതാ പ്രാതിനിധ്യത്തിലെ കുറവൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള പുതുക്കിയ പട്ടികയാണോ ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്? പുതുക്കിയ പട്ടികയ്ക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. അതായത് ചിന്തൻ ശിവർ മുന്നോട്ട് വെച്ച ചില മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. ഇതിന് ഘടകവിരുദ്ധമാണ് സംസ്ഥാനത്തെ കൈമാറിയ പട്ടിക എന്നതായിരുന്നു ഉയർന്ന വിമർശനം. പൊതുവിൽ പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം, ഒന്നിലധികം പദവിയിൽ വരാതിരിക്കൽ അടക്കമുള്ള പല പരിഗണനകളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയതായിരുന്നു ഈ ചിന്തൻ ശിവന്റെ പൊതു നിർദ്ദേശങ്ങൾ. അത് ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു പട്ടികയാണ് കൈമാറിയത്. അതാണ് സ്വാഭാവികമായും വലിയ എതിർപ്പുകൾ ഉണ്ടായത്. AICCയുടെ എതിർപ്പ് മാത്രമല്ല, ഇവിടെ സംസ്ഥാനത്തിനകത്തും ആ തരത്തിൽ വലിയ എതിർപ്പുകൾ ഉയർന്നിരുന്നു. തുടർന്ന് പുതിയ പട്ടിക കൈമാറുകയായിരുന്നു. എന്തായാലും ആ പട്ടികയ്ക്ക് ഇപ്പോൾ അംഗീകാരമായിരിക്കുന്നു. AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഈ പട്ടികയ്ക്ക് അംഗീകാരം ലഭിക്കുന്നു എന്ന പ്രത്യേക സാഹചര്യവുമുണ്ട്. എന്തായാലും വലിയ ചർച്ചകൾക്ക് ശേഷം കൈമാറിയ പട്ടികയ്ക്കാണ് ഇപ്പോൾ അംഗീകാരമാവും. സജിത്തെ, സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ ഇവർക്കെല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടാവുമല്ലോ. 280 അംഗങ്ങൾക്ക് വോട്ടവകാശം ലഭ്യമാണ്. എന്തായാലും അത് വളരെ പ്രധാനവുമാണ്. കാരണം ഈ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ഒരു പുതിയ സാഹചര്യം ദേശീയ തലത്തിൽ തന്നെ രൂപപ്പെടുന്നു കോൺഗ്രസിനകത്ത് എന്നതാണ് നിലവിലെ ചിത്രം. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഏതു തരത്തിലുള്ള നിലപാടുണ്ടാകും, അവരെടുക്കുന്ന നിലപാടെന്തായിരിക്കും? ശശി തരൂരിനെ പോലെയുള്ള സംസ്ഥാനത്ത് നിന്നും മത്സര സന്നദ്ധത അറിയിച്ചിരിക്കുന്നവർ രംഗത്ത് തന്നെയുള്ള സാഹചര്യം, ഇത്തരം പ്രത്യേക സവിശേഷമായ സാഹചര്യം ഉള്ളപ്പോൾ തന്നെ കേരളത്തിന്റെ പട്ടിക അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും വോട്ടവകാശമുള്ളവർ നിർണായകമാണ്. അത് വളരെ പ്രാധാന്യവുമുള്ളതാണ്. എന്തായാലും പുതിയ പട്ടിക പ്രകാരമായിരിക്കും വോട്ടവകാശവും നിർണ്ണയിക്കപ്പെടുക. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. KPCCയുടെ 280 അംഗ സമിതിക്ക് KPCC അംഗത്വ പട്ടികയ്ക്ക് ഇപ്പോൾ അംഗീകാരം ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നു. പട്ടികയുടെ പ്രഖ്യാപനം അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും. TG സജിത്താണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.
കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയിൽ ആശങ്ക പ്രകടിപ്പിച്ച ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രമുഖ കോൺഗ്രസ് എംപിമാർ AICC കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റി ചുമതലയുള്ള മൗസൂദൻ മിസ്ത്രിക്ക് 5 എംപിമാർ കത്തയച്ചു. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ടവകാശമുള്ളവർക്കും തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക നൽകണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. ശശി തരൂർ ഉൾപ്പെടെ 5 എംപിമാരാണ് തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന മധുസൂദൻ മിസ്ത്രിക്ക് കത്തയച്ചത്. സെപ്റ്റംബർ 6-ന് മിസ്ത്രിക്ക് അയച്ച കത്തിൽ തരൂരിന് പുറമെ മനീഷ് തിവാരി, കാർത്തി ചിദംബരം, പ്രത്യുത് ബോർഡോലെ, അബ്ദുൽ ഖാർക്കി എന്നിവരും ഒപ്പുവച്ചിട്ടുണ്ട്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക നൽകണമെന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സംശയങ്ങൾ നീക്കാൻ ഇത് ഉപകരിക്കുമെന്നും കത്തിൽ പറയുന്നു. പാർട്ടിയുടെ ഏതെങ്കിലും രഹസ്യരേഖ പുറത്തുവിടണമെന്നല്ല ആവശ്യം. നാമനിർദ്ദേശ പ്രക്രിയകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റി ഇലക്ടറൽ കോളേജിൽ യോഗ്യതയുള്ള PCC കമ്മിറ്റി അംഗങ്ങളുടെ പട്ടിക പുറത്തുവിടണമെന്നാണ് ആവശ്യം. ആരൊക്കെയാണ് നാമനിർദ്ദേശം ചെയ്യപ്പെടാൻ യോഗ്യതയുള്ളവർ, ആർക്കാണ് വോട്ടവകാശമുള്ളത് എന്ന് വ്യക്തമായി അറിയാൻ ഇതുവഴി സാധിക്കും. 28 പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളിലും മറ്റ് 9 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നേരിട്ടെത്തി വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള ശേഷി ഒരു സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകണമെന്നില്ല. അതിനാൽ സ്ഥാനാർത്ഥിക്ക് വോട്ടർ പട്ടിക ലഭ്യമാക്കണമെന്നും നേതാക്കൾ കത്തിൽ പറയുന്നു. എന്നാൽ ഈ ആവശ്യത്തിൽ തെറ്റായ ഇടപെടൽ നടന്നത് നിർഭാഗ്യകരമാണെന്നും നേതാക്കൾ അയച്ച കത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം സെപ്റ്റംബർ 22-ന് പുറത്തുവരും. 24 മുതൽ 30 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പിൻവലിക്കാനുള്ള തീയതി ഒക്ടോബർ 8-നാണ്. 17-ന് തെരഞ്ഞെടുപ്പ് നടക്കും. 19-നാണ് ഫലപ്രഖ്യാപനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഭാരത് ജോഡോ യാത്ര നാളെ കേരളത്തിൽ. കന്യാകുമാരി ജില്ലയിലെ പര്യടനം ഇന്ന് രാത്രി 7 മണിയോടെ സംസ്ഥാന അതിർത്തിയായ പാറശാല ചെറുവാരകോണത്ത് പൂർത്തിയാക്കും. നാളെ രാവിലെ KPC പ്രസിഡന്റ് K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറിമാരായ ഉമ്മൻചാണ്ടി, താരിഖ് അൻവർ എന്നിവരുടെ നേതൃത്വത്തിൽ പാറശാലയിൽ സ്വീകരണം നൽകും. ബുധനാഴ്ച വരെ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം നടത്തും. സംസ്ഥാനത്തെ 7 ജില്ലകളിലൂടെ പര്യടനം നടത്തുന്ന യാത്ര ഈ മാസം 29-ന് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ വഴി കർണാടകത്തിൽ പ്രവേശിക്കും. ഭാരത് ജോഡോ യാത്രയ്ക്ക് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരളത്തിൽ ഉടനീളം യാത്രയിൽ പങ്കെടുക്കുമെന്നും സതീശൻ പറഞ്ഞു. ബ്രിട്ടന്റെ രാജസിംഹാസനത്തിൽ ഇനി ചാൾസ് മൂന്നാമന്റെ ഊഴം. സെന്റ് ജെയിംസ് കൊട്ടാരത്തിൽ ഔദ്യോഗിക ചടങ്ങിൽ ചാൾസ് മൂന്നാമൻ രാജാവായി അധികാരമേറ്റു. നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ക്ഷണിക്കപ്പെട്ട 200ഓളം അതിഥികൾ മാത്രം പങ്കെടുത്ത ചടങ്ങിലായിരുന്നു ചരിത്ര നിമിഷം പിറന്നത്. പ്രധാനമന്ത്രി ലിസ് ട്രസ്, മന്ത്രിസഭാംഗങ്ങൾ, മുൻ പ്രധാനമന്ത്രിമാരായ ബോറിസ് ജോൺസൺ, ടോണി ബ്ലെയർ, ഡേവിഡ് കാമറൂൺ, ഗോർഡൻ ബ്രൗൺ, തെരേസ മേ തുടങ്ങിയ പ്രമുഖർ ഔദ്യോഗിക നടപടികൾക്ക് സാക്ഷികളായി. രാഷ്ട്രീയ പ്രമുഖരും ന്യായാധിപന്മാരും കാന്റർബറി ആർച്ച് ബിഷപ്പും അടങ്ങുന്ന അക്സഷൻ കൌൺസിലാണ് ചാൾസ് മൂന്നാമനെ രാജാവായി പ്രഖ്യാപിച്ചത്. ജനക്ഷേമത്തിനും ലോകസമാധാനത്തിനും തന്നാലാവോളം പ്രയത്നിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നതായി സ്ഥാനാരോഹണത്തിന് ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വ്യക്തമാക്കി. വെസ്റ്റ് മിനിസ്റ്റർ ആബിയിൽ എലിസബത്ത് രാജ്ഞിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം 7 ദിവസങ്ങൾ കൂടി രാജ്യത്ത് ദുഃഖാചരണം തുടരും. പിന്നീടാകും നിയുക്ത രാജാവിന്റെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളിലേക്ക് ബ്രിട്ടൻ കടക്കുക. പുതിയ രാജാവിനെ കുറിച്ചുള്ള വിളംബരം സെന്റ് ജെയിംസ് കൊട്ടാരത്തിലെ ഫ്രെയറി കോട്ട് ബാൽക്കണിയിൽ നടക്കും. എലിസബത്ത് രാജ്ഞിയുടെ സംസ്കാര ചടങ്ങുകളുടെ സമയക്രമം ചാൾസ് മൂന്നാമൻ രാജാവാകും പ്രഖ്യാപിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഈ മാസം 19-നാവും എലിസബത്ത് രാജ്ഞിയുടെ സംസ്കാര ചടങ്ങുകൾ. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ രാജകുടുംബത്തിന് അനുശോചന സന്ദേശം അറിയിച്ചു. ബ്രിട്ടന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് നാളെയാണ് ഇന്ത്യ ദേശീയ ദുഃഖാചരണം നടത്തുന്നത്. വെസ്റ്റ് മിനിസ്റ്റർ ആബിയിൽ ഈ മണിനാദം മുഴങ്ങിയത് എലിസബത്ത് രാജ്ഞിയുടെ ഓർമ്മകൾക്ക് മാറ്റുകൂട്ടാൻ. 7 പതിറ്റാണ്ടിന്റെ സ്മരണകൾ ബാക്കിയാക്കി തങ്ങളുടെ രാജനായിക ബാൽമോറൽ കോർട്ടിൽ നിത്യവിശ്രമത്തിലാണ് എന്ന യാഥാർത്ഥ്യം ബ്രിട്ടൻ സാവധാനം ഉൾക്കൊണ്ടു തുടങ്ങിയിരിക്കുന്നു. രാജ്ഞിയെ അചഞ്ചലമായ ഭക്തിയോടെ ചെയ്തതോടെ രാജ്യത്തിന്റെ ഹൃദയമായ ഭരണഘടനാ തത്വം ഉയർത്തിപ്പിടിക്കാൻ ദൈവം എനിക്കനുവദിക്കുന്ന ശേഷിക്കുന്ന സമയത്തിലുടനീളം ശ്രമിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ബ്രിട്ടന്റെ രാജസിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ടതിന് പിന്നാലെ ചാൾസ് മൂന്നാമൻ രാജാവ് രാജ്യത്തോട് നടത്തിയ അഭിസംബോധനയിലായിരുന്നു ഈ വാക്കുകൾ. രാജ്ഞിയുടെ പൈതൃകം ബ്രിട്ടീഷ് ചരിത്രത്തിന്റെ താളുകളിലും ലോകത്തിന്റെ കഥയിലും വലുതായിരിക്കുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്ഞിയുടെ സംസ്കാര ചടങ്ങുകളിൽ താൻ പങ്കെടുക്കുമെന്നും ബൈഡൻ വ്യക്തമാക്കി. കാൻബറിയിൽ എലിസബത്ത് രാജ്ഞിയോടുള്ള ആദരസൂചകമായി വിദേശ നയതന്ത്രജ്ഞർ പുഷ്പചക്രം അർപ്പിച്ചു.
ലണ്ടനിലെ സെന്റ് പോൾസ് കത്തീഡ്രലിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ 2000 പേർ പങ്കെടുത്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ് ട്രസും മന്ത്രിസഭാംഗങ്ങളും പ്രാർത്ഥനാ ചടങ്ങുകളുടെ ഭാഗമായി. രാജ്യവും രാജഭരണവും ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിലാണ് 7 ദശാബ്ദത്തിനപ്പുറം സിംഹാസനത്തിലേക്കുള്ള ചാൾസ് മൂന്നാമന്റെ കടന്നുവരവ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വിഴിഞ്ഞം ഉൾപ്പെടെ കേരളത്തിലെ തീരവും തീരനിവാസികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചിയിൽ മനുഷ്യച്ചങ്ങല. കൊച്ചി ആലപ്പുഴ രൂപതയുടെ ആഭിമുഖ്യത്തിൽ ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി ബീച്ച് വരെ 17.5 കിലോമീറ്ററാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. മത്സ്യത്തൊഴിലാളികളെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് KCBC വക്താവ് ജേക്കബ് പാലേക്കപ്പള്ളി പറഞ്ഞു. KCBC ഇതിന് നേരത്തെ തന്നെ ഈ സമരത്തിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ സമരം ഒരു ന്യായമായ സമരമാണ്. കാരണം നിലനിൽപ്പിന്റെ അതിജീവനത്തിന്റെ സമരമാണ്. സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് ശരിയല്ല എന്ന് തന്നെയാണ് സഭയുടെ ബോധ്യം. അതുകൊണ്ട് ഈ സമരത്തിന് പിന്തുണ കൊടുക്കുമ്പോൾ ഈ സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾ അവർ കേരളത്തിന്റെ ഒരു ആപത്ഘട്ടത്തിൽ വളരെയേറെ സഹായം ചെയ്തവരാണ്. വളരെയേറെ അവിടെ ബോട്ടുകളൊക്കെ കൊരുത്ത് നഷ്ടപ്പെട്ടതാണ്. അത്രയും തീഷ്ണതയോടുകൂടെ ഒരു ആപത്ഘട്ടത്തിൽ സഹായിച്ച ഒരു മത്സ്യത്തൊഴിലാളി വിഭാഗത്തെ അവരുടെ ജീവന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം വരുമ്പോൾ സർക്കാർ അവഗണിക്കുന്നത് ന്യായമല്ല, അത് നീതിയില്ല. അതുകൊണ്ട് സർക്കാർ നീതിയുക്തമായ രീതിയിൽ ഈ സമരത്തെ കാണണം, ഇതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കണം. അതുകൊണ്ടാണ് സഭ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത്. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ച മലയാളികൾ. ശിവഗിരിയിലും ചെമ്പഴന്തിയിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചെമ്പഴന്തിയിൽ ഘോഷയാത്ര തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ഉള്ളൂരിൽ ചതയദിന സദ്യ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് സദ്യ സംഘടിപ്പിച്ചത്. കടകംപള്ളി സുരേന്ദ്രൻ MLA, ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി നീരാഴി അനിൽ എന്നിവർ പങ്കെടുത്തു. തൃശൂരിൽ പുലികളി മാറ്റമില്ലാതെ നടക്കും. അന്തരിച്ച എലിസബത്ത് രാജ്ഞിയോടുള്ള ആദരസൂചകമായി നാളെ ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആഘോഷ പരിപാടികൾ മാറ്റേണ്ടി വരുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ പുലികളിക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായ സാഹചര്യത്തിൽ ഔദ്യോഗിക പരിവേഷമില്ലാതെ പരിപാടികൾ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. മന്ത്രിമാരോ മറ്റ് ജനപ്രതിനിധികളോ ഔദ്യോഗികമായ ചടങ്ങിൽ പങ്കെടുക്കില്ല. സമ്മാനദാന ചടങ്ങും മറ്റൊരു ദിവസം നടക്കും. മുൻ ഹരിത നേതാക്കൾ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെതിരെ നൽകിയ പരാതി ശരിവെക്കുന്ന ശബ്ദ സംഭാഷണം പുറത്ത്. ഹരിതയുടെയും വനിതാ ലീഗിന്റെയും ചില നേതാക്കൾ യാസർ എടപ്പാളി എന്ന സൈബർ ഗുണ്ടയുടെ നിയന്ത്രണത്തിലാണെന്ന് PK നവാസിന്റെ ശബ്ദരേഖയിൽ പറയുന്നു. യാസർ എടപ്പാളുമായി ചേർത്ത് അപവാദ പ്രചരണം നടത്തിയെന്നും വേശ്യെന്ന് വിളിച്ചെന്നുമായിരുന്നു മുൻ ഹരിത നേതാക്കളുടെ പരാതി. പരസ്യമായ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഹരിത MSFന്റെ സംസ്ഥാന കമ്മിറ്റിക്കെതിരെ നീക്കം നടത്തുകയും ഇത്തരത്തിലുള്ള ട്രോളുകളൊക്കെ ഉണ്ടാക്കി പടച്ചുവിടുകയും ചെയ്യുന്നത് യാസർ എടപ്പാളിനെ പോലത്തെ ഒരു ഫ്രോഡാണോ ഇത് കൈകാര്യം ചെയ്യേണ്ടത്? അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് യാസർ എടപ്പാളിനെ സഹായിക്കുന്ന 3-4 പേരുകൾ ഇവരാണോ ഇത് കൈകാര്യം ചെയ്യേണ്ടത്? ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം ഇവരാണോ എടുക്കേണ്ടത്? മുൻ ഹരിത നേതാക്കൾ നൽകിയ പരാതിയിലും കോടതിയിൽ കൊടുത്ത മൊഴിയിലും പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുകയാണ് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിന്റേതായി പുറത്തുവന്ന സംഭാഷണം. ഹരിതയിലെ ചില നേതാക്കളെ നിയന്ത്രിക്കുന്നത് യാസർ എടപ്പാൾ എന്ന സൈബർ ഗുണ്ടയാണെന്ന് MSF യോഗത്തിൽ വെച്ച് ആരോപിച്ചെന്നായിരുന്നു PK നവാസിനെതിരായ പരാതി. ഹരിത നേതാക്കൾക്ക് FB പോസ്റ്റ് എഴുതി നൽകുന്നത് യാസർ എടപ്പാളാണെന്ന് PK നവാസ് ആരോപിച്ചിരുന്നു. പലരുടെയും വീഡിയോയും ചിത്രങ്ങളും യാസറിന്റെ കയ്യിലുണ്ടെന്നും അത് പുറത്തുവിട്ടാൽ പലരും ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നും നവാസ് പറഞ്ഞെന്ന് അന്ന് യോഗത്തിലുണ്ടായിരുന്ന നജ്മ തബഷീർ നൽകിയ മൊഴിയിൽ പറയുന്നു. സമാനമായ ആരോപണങ്ങളാണ് നവാസിന്റേതായി പുറത്തുവന്ന സംഭാഷണത്തിലും ആവർത്തിക്കുന്നത്. എന്റെ കയ്യിൽ ഹരിതയുടെയും വനിതാ ലീഗിന്റെയും പല ആളുകളുടെയും പേഴ്സണൽ റെക്കോർഡുകളുണ്ട്.
അത് വെച്ചിട്ടാണ് ഞാൻ അവരെ നിയന്ത്രിക്കുന്നത് എന്ന് ജമായിൽപ്പെട്ട പലരോടും ഈ പയ്യൻ ഈ യാസർ അടപ്പാൾ എന്ന് പറയുന്ന വോയിസ് അയക്കുന്നു. അപ്പൊ എങ്ങോട്ടാണ് ഈ ഹരിത എന്ന് പറയുന്ന സംഘടന ഇവർ കൊണ്ടുപോകുന്നത്? യാസർ അടപ്പാളിനെ സഹായിക്കുന്നവർ ഹരിതയിലുണ്ടെന്നതിലൂടെ നവാസ് ഉന്നം വെക്കുന്നത് നടപടി നേരിട്ട മുൻ നേതാക്കളെ തന്നെയാണ്. ഹരിത ഭാരവാഹികളുടേത് മാത്രമല്ല വനിതാ ലീഗ് ഭാരവാഹികളുടെയും പേഴ്സണൽ റെക്കോർഡുകൾ യാസർ അടപ്പാളിന്റെ കയ്യിലുണ്ട് എന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. യാസർ അടപ്പാൾ എന്ന സൈബർ പ്രൊഫൈലുമായി മുസ്ലിം ലീഗിന് യാതൊരു ബന്ധവുമില്ലെന്ന് നേരത്തെ നേതൃത്വം തന്നെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളിൽപ്പെട്ട പലർക്കും യാസർ അടപ്പാൾ വോയിസ് അയച്ചെന്ന പി കെ നവാസിന്റെ പരാമർശവും വിവാദമാവാനിടയുണ്ട്. പി കെ നവാസിനെതിരെ മുൻ ഹരിത നേതാക്കൾ ഉന്നയിച്ച പരാതിയിൽ വസ്തുതയുണ്ടെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന ശബ്ദ സന്ദേശം. ഹരിത വിവാദത്തിൽ നാളിതുവരെയും നവാസിനൊപ്പം മാത്രം നിന്ന മുസ്ലിം ലീഗ് നേതൃത്വം പുതിയ ശബ്ദ സന്ദേശത്തിലെ ആരോപണങ്ങളെ എങ്ങനെ കാണും എന്നതാണ് ഇനി പ്രധാനം. കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. വയനാട് പടിഞ്ഞാറത്തറയിൽ വിദ്യാർത്ഥിക്ക് തെരുവുനായയുടെ കടിയേറ്റു. തരിയോട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി സുമിത്രയ്ക്കാണ് കടിയേറ്റത്. ആക്രമണത്തിൽ മുഖത്തും തുടയിലും പരിക്കേറ്റു. കുട്ടി കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്താകമാനം തെരുവുനായകളുടെ ആക്രമണം വർദ്ധിക്കുകയാണ്. ഓരോ ദിവസവും നിരവധി റിപ്പോർട്ടുകളാണ് നമുക്ക് തന്നെ ഈ തരത്തിൽ നൽകേണ്ടി വരുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത വയനാട് പടിഞ്ഞാറത്തറയിലാണ് ഒരു വിദ്യാർത്ഥിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. തരിയോട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി സുമിത്രയ്ക്കാണ് കടിയേറ്റത്. ആക്രമണത്തിൽ മുഖത്തും തുടയിലും പരിക്കേറ്റിട്ടുണ്ട്. കുട്ടി ഇപ്പോൾ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, എങ്ങനെയായിരുന്നു ഈ സംഭവം? എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഈ സംഭവം നടന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങള്. തൊട്ടടുത്ത കോളനിയോട് ഈ പടിഞ്ഞാറത്തറ മാടത്തുംപാറ കോളനിയിലെ തങ്കമ്മയുടെ സുരേഷിന്റെയും മകൾ സുമിത്രയ്ക്കാണ് ഈ തെരുവുനായയുടെ അടിയേറ്റത്. ഉച്ചയ്ക്ക് 3 മണിയോടെ വീട്ടിനടുത്തുള്ള വയലിൽ ആടിനെ അഴിച്ചു കെട്ടാൻ വേണ്ടി പോയപ്പോഴാണ്, സഹോദരിയോടൊപ്പം പോയപ്പോഴാണ് തെരുവുനായ ആക്രമിച്ചത്. മുഖത്ത് ഉൾപ്പെടെ പരിക്കുണ്ട്, ശരീരഭാഗങ്ങളിലും പരിക്കുണ്ട്. ഇപ്പോൾ ഇവരെ കൽപ്പറ്റയിലെ ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്നാലും ഡോക്ടർ പ്രാഥമികമായ ശുശ്രൂഷകൾ നടത്തി ഇവരെ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ്. മറ്റു കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തന്നെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. കിരൺ. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി നഗരമധ്യത്തിൽ യുവാവിനെ വീടിന്റെ മുന്നിൽ വെച്ച് കുത്തിക്കൊന്നു. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുൻവൈരാഗ്യമാണ് കാരണമെന്നും ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു അറിയിച്ചു. കലൂരിൽ ജേർണലിസ്റ്റ് കോളനിക്ക് സമീപം ഇന്ന് പുലർച്ചെയാണ് സംഭവം. തമ്മനം സ്വദേശി സജുനാണ് കൊല്ലപ്പെട്ടത്. രണ്ടുപേർ തമ്മിലുള്ള വഴക്ക് പരിസരവാസികൾ കണ്ടിരുന്നെങ്കിലും അത് കൊലപാതകത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. പിന്നീട് പോലീസ് എത്തിയപ്പോഴാണ് സംഘടനത്തിൽ ഒരാൾ മരിച്ച വിവരം പരിസരത്തുള്ളവർ പോലും അറിയുന്നത്. ഒരു ചെറിയ തല്ലുപിടുത്തം നടക്കുന്ന സംഭവം പോലെ തോന്നിയത്. ഒച്ചപ്പാടും ബഹളം ക്ലിയർ ആയിട്ട് കണ്ടില്ല. അപ്പോൾ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഭയങ്കര ബഹളം കണ്ടു. അത്ര നേരം മാത്രം കണ്ടുള്ളൂ. രാവിലെ ഇറങ്ങി കണ്ടപ്പോഴാണ് ഇത്ര വലിയ സംഭവം. ഒരാൾ മരിച്ചു, ഒരാളെ തലയൊക്കെ പൊളിച്ച് പിടിച്ചു മാറ്റാൻ വന്നിരിക്കുന്ന തല്ലുണ്ടായി എന്നുള്ള കാര്യമൊക്കെ രാവിലെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പണമിടപാടും സമൂഹമാധ്യമങ്ങളിൽ വന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ട തർക്കവുമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. പ്രതി കലൂർ സ്വദേശി കിരൺ ആന്റണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഘടനത്തിൽ പരിക്കേറ്റ ഇയാൾ ആശുപത്രിയിലാണ്. കിരണിന്റെ സഹോദരൻ ഇൻസ്റ്റാഗ്രാമിലിട്ട പോസ്റ്റിനെ ചൊല്ലിയായിരുന്നു തർക്കത്തിന്റെ തുടക്കം. 2 വർഷമായി കിരണും സജിനും തമ്മിൽ വൈരാഗ്യമുണ്ട്. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പ്രീവിയസ് എനിമിറ്റി ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാവുന്നുണ്ട്. ഇമ്മീഡിയറ്റ് പ്രൊവക്കേഷൻ ഇവരുടെ തമ്മിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രൊവക്കേഷൻ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നായിട്ട് ഒരു അടിപിടി ഉണ്ടായിരുന്നു. അതിലാണ് ഈ സംഭവം. പണമിടപാടുമായി ബന്ധപ്പെട്ട വിവിധ സ്റ്റേഷനുകളിൽ ഇരുവരുടെയും പേരിൽ കേസുകളുണ്ടായിരുന്നു. 1 മാസത്തിനിടെ 6ാമത്തെ കൊലപാതകമാണ് കൊച്ചിയിൽ നടന്നത്. ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. ചങ്ങരംകുളം ഒതളൂരിൽ അമ്മയും മകളും മുങ്ങി മരിച്ചു. പള്ളിക്കര തെക്കുമുറിയിൽ ഒതളൂർ ബണ്ടിന് സമീപത്ത് വെമ്പുഴ പാടത്ത് കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. കുന്നംകുളം കാണിപ്പയ്യൂർ അമ്പലത്തിങ്ങൽ ബാബുരാജിന്റെ ഭാര്യ ഷൈനി, മകൾ ആശ്ചര്യ എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് സംഭവം. കുന്നംകുളം ബദനി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച ആശ്ചര്യ. ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി.
ശ്രുതിയും നന്മതൻ തേടും പൂലനാള പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ കരാട്ടയിൽ പുതിയ റെക്കോർഡിനുടമയായിരിക്കുകയാണ് കോട്ടയം എരുമേലി സ്വദേശിയായ ഹിമ ബിനു. ഫിംഗർ പുഷപ്പിലാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഹിമ ഇടം പിടിച്ചത്. കനകപ്പലം സ്വദേശി ബിനുവിന്റെയും ബിന്ദുവിന്റെയും മകളാണ് ഹിമ. കൈവിരൽ തുമ്പിൽ നിന്ന് പുഷപ്പ് എടുക്കുക, ഈ മേഖലയിലാണ് ഹിമ കരാട്ടയിലെ താരമായത്. ഒരു മിനിറ്റിൽ 78 പുഷപ്പാണ് ഹിമ പൂർത്തിയാക്കിയത്. ഇതോടെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. മാഷ് പറഞ്ഞിട്ടും കൂടെ ഞങ്ങൾ ചെയ്തത്. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ മാഷ് എന്നെ ഇതിൻ്റെ തെല്ലാം കൊണ്ടുവന്നു ധൈര്യം തന്നത്. 7ാം ക്ലാസ് മുതൽ കരാട്ടെ അഭ്യസിക്കുകയാണ് ഹിമ. മുക്കൂട്ടുതറ IBL അക്കാഡമിയിൽ ഡോക്ടർ ജോസഫ് KJ ആണ് പരിശീലകൻ. എല്ലാവരും തന്നെ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ അതിനകത്ത് സ്പീഡും എണ്ണവും കൂടുതൽ ചെയ്യും. അവർക്ക് ആ ഐറ്റത്തിൽ സ്പെഷ്യലായിട്ട് അത് ചെയ്തോളാൻ പറഞ്ഞ് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഐറ്റത്തിൽ അവർ ഇമ്പ്രൂവ് ചെയ്യും. അപ്പം സമയം വെച്ച് നോക്കി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആളിനെ നമ്മൾ അപ്ലൈ ചെയ്യും. അത് റെക്കോർഡ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പെർഫോം ചെയ്യും. കനകപ്പാലം വാലുമണ്ണിൽ ബിനുവിന്റെയും ബിന്ദുവിന്റെയും മകളായ ഹിമ വെച്ചൂച്ചിറ ഗവൺമെന്റ് സ്കൂളിൽ +1 വിദ്യാർത്ഥിനി കൂടിയാണ്. ഇമ്മാനുൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കേരളത്തിന്റെ തനത് മുട്ടിപ്പഴം വിപണിക്ക് പരിചയപ്പെടുത്തുകയാണ് തൊടുപുഴയ്ക്കടുത്ത് വണ്ണപ്പുറം സ്വദേശി ബേബി. വനാന്തരങ്ങൾ മാത്രം വിളഞ്ഞിരുന്ന മുട്ടിപ്പഴം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് നേട്ടമുണ്ടാക്കാനെന്നാണ് തെളിയിച്ചിരിക്കുകയാണ് ഈ കർഷകൻ. രുചിയിൽ ഏറെക്കുറെ റംബുട്ടാനോട് സമമാണ് മുട്ടിപ്പഴവും. എന്നാൽ ഔഷധഗുണം കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. വനത്തിൽ വ്യാപകമായുള്ള ഈ മരത്തിന്റെ തൈ 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആദിവാസിയിൽ നിന്നാണ് ബേബിക്ക് ലഭിക്കുന്നത്. വിപണി സാധ്യത തിരിച്ചറിഞ്ഞതോടെ ഏതാനും വർഷം മുമ്പ് കൃഷി വിപുലപ്പെടുത്തുകയായിരുന്നു. മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായി തടിയിലാണ് പഴം കായ്ക്കുന്നത്. കേരളത്തിലെ ഏത് മണ്ണിലും പിടിക്കുന്ന മൂട്ടിപ്പഴത്തിന്റെ തൈ നട്ടാൽ 4ാം വർഷം കായ്ക്കുമെന്ന് ബേബി ഉറപ്പു പറയുന്നു. ബാക്കോറിയ കോട്ടലൻസിസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന മൂട്ടിപ്പഴത്തിന്റെ ജന്മദേശം പശ്ചിമഘട്ട മലനിരകളാണ്. ഞങ്ങൾ ചെറുപ്പകാലത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വനമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഞങ്ങൾ ചെറുപ്പത്തിൽ പോയി പഴത്തിൽ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അന്വേഷിച്ചത് ഒരാൾ കൊണ്ട് തന്നതാണ് വെച്ചതാണ്. ഏകദേശം 40 വർഷം മുമ്പ് ചേട്ടൻ കൊണ്ട് വെച്ചതാണ്. പിന്നെ അതിൻ്റെ തൈകളെല്ലാം ഇങ്ങനെ എല്ലാ വർഷവും കുറച്ച് തൈ കൊണ്ട് വാങ്ങി കൊടുക്കുമായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും കാഴ്ച നിൽപ്പുണ്ട് ഇവിടുന്ന് കൊണ്ടുപോയത്. നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഒരു വൃക്ഷം തന്നെ അതാണ് ഏറ്റവും വരുന്നത്. കേരളത്തിലെ വനങ്ങളിൽ നൂറ്റാണ്ടിലായിട്ട് നിൽക്കുന്നതാണ്. അതൊക്കെ ആരും അങ്ങനെ കൂടുതൽ അറിയപ്പെടാതെ കിടക്കുന്നില്ല. വളർച്ചയെത്തിയാൽ ഒരു മരത്തിൽ നിന്ന് 50 കിലോയോളം പഴം ലഭിക്കും. കിലോയ്ക്ക് 180 രൂപയാണ് നിലവിൽ കർഷകർക്ക് ലഭിക്കുന്നത്. ന്യൂസ് 18 തൊടുപുഴ. ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടും കരകൗശല നിർമ്മാണത്തിൽ സജീവമാണ് ചിത്രകലാ അധ്യാപകനായിരുന്ന PT സുഗു. നിലമ്പൂർ
ചക്കാലക്കുത്ത് മന്നം സ്മാരക NSS സ്കൂളിൽ 22 വർഷത്തോളം ചിത്രകലാ അധ്യാപകനായിരുന്നു സുഗു. നിലമ്പൂർ കുടുംബശ്രീ 3 ദിവസങ്ങളിലായി വീട്ടിക്കുത്ത് സാംസ്കാരിക നിലയത്തിൽ ഒരുക്കിയ ഓണച്ചന്തയിലെ സജീവ സാന്നിധ്യമായിരുന്നു സുകുമാഷ്. മാഷിന്റെ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും ഇവിടെ ഇതോടൊപ്പം തന്നെ നടന്നിരുന്നു. ചിരട്ടത്തവി, മുളകൊണ്ടുള്ള പുട്ടുകുറ്റി ഉൾപ്പെടെയുള്ളവയ്ക്ക് ആവശ്യക്കാർ ഏറെയുണ്ടായിരുന്നു. മാഷിന്റെ കരകൗശല മികവ് കൊണ്ട് ഏറെ വ്യത്യസ്തമായതാണ് ഇവയെല്ലാം. ഉണങ്ങിയ നാളികേരത്തിൽ തീർത്ത കുരങ്ങിന്റെ രൂപത്തിനും ആവശ്യക്കാർ ഏറെയുണ്ടായിരുന്നു. സിമന്റും മറ്റും ഉപയോഗിച്ച് രൂപപ്പെടുത്തിയ ആനയ്ക്കും ഡിമാൻഡ് ഏറെ. ശരിക്കും ഞാൻ ചെയ്യുന്നത് വീട്ടിലെ കറിക്ക് ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് തന്നെയാണ്. അത് നല്ല മൂർച്ചയെടുക്കുക, വീട്ടിൽ ചെത്തിയെടുക്കുക. ഫസ്റ്റ് ഡേയിൽ തന്നെ ഇതിൻ്റെ ഏകദേശം രൂപ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ പുറന്തലെല്ലാം കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ദിവസം അത് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് വെയിലത്തൊന്ന് വാടി വലിഞ്ഞ് കഴിയുമ്പോഴത്തെ കുറച്ചുകൂടെ അത് ഉറപ്പായി കിട്ടും. പിന്നെ അതിന് കറക്റ്റ് ഇത് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കും. കണ്ണിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെത്തിയെടുത്തിട്ട് ഇത് കമ്പിയായിട്ട് പഠിപ്പിച്ച് നാട്ടുകാർക്ക് കുരങ്ങ് ശില്പങ്ങൾ ഉൾപ്പെടെയുള്ളവ 350 രൂപയ്ക്കാണ് മാഷ് നൽകിയത്. ഉണങ്ങിയ നാളികേരം വീണ്ടും ഉണക്കി വളരെ കരുതലോടെ തീർക്കുന്ന കുരങ്ങുകളുടെ ശില്പങ്ങൾ വർഷങ്ങളോളം കേടില്ലാതെ സ്വീകരണ മുറികളിൽ കൗതുക വസ്തുക്കളായി സൂക്ഷിക്കാൻ കഴിയുമെന്ന് മാഷ് പറയുന്നു. ന്യൂസ് 18 മലപ്പുറം. നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനത്ത് 1ാം റാങ്ക് സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിലാണ് മലപ്പുറം തവനൂർ സ്വദേശി നന്ദിത. ദേശീയതലത്തിൽ 47ാം റാങ്കാണ് നന്ദിതയ്ക്ക്. 47 റാങ്ക് നേടിയ പി നന്ദിതയാണ് ആദ്യ 50-ൽ ഇടം പിടിച്ച ഏക മലയാളി. തവനൂരിലെ വിമുക്ത ഭടൻ പടന്നപ്പാട്ട് പത്മനാഭന്റെയും കോമളവല്ലിയുടെയും മകളാണ് നന്ദിത. തിരുവോണ ദിവസത്തിൽ ലഭിച്ച ഇരട്ടി മധുരമാണ് 1ാം റാങ്കെന്ന് നന്ദിത പറഞ്ഞു. ഈ വിജയത്തിനെ സഹായിച്ച എൻ്റെ മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒരു ദൈവാനുഗ്രഹമായി ഞാനിതിനെ കാണുന്നു. പിന്നെ ഇതിനു വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. പരിശ്രമിച്ചാൽ എന്തും നേടാൻ കഴിയും. കൂട്ടത്തിൽ ആത്മവിശ്വാസവും കൈവിടരുത്. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എന്തായാലും അതെത്തിക്കും. മാതാപിതാക്കളുടെ പിന്തുണയുണ്ടായിരുന്നു. പഠിച്ച സ്ഥാപനത്തിലെ അധ്യാപകരും ഏറെ സഹായിച്ചു. തിരുനാവായ നാവാമോകുന്ന സ്കൂളിലായിരുന്നു +2 പഠനം. 720-ൽ 701 മാർക്കാണ് നന്ദിതയ്ക്ക് കിട്ടിയത്. നിരവധി പേരാണ് അഭിനന്ദനവുമായി എത്തുന്നത്. ന്യൂസ് 18 തവനൂർ.